ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, അതായത് ഫോട്ടോഷോപ്പ്. അത് നാം പലരും കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലുമായിട്ടാണ് അധികവും ഉപയോഗിച്ച് വരാറുള്ളത്. പക്ഷേ മൊബൈൽ ഫോണിൽ ഇപ്പോൾ അവൈലബിളാണ് ഈ ഫോട്ടോഷോപ്പ് എന്ന ഈ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. പക്ഷേ അത് അധിക മൊബൈൽ ഫോണിലും അത് സപ്പോർട്ട് ചെയ്യാറില്ല. എന്നാൽ നമുക്ക് ഈ ഒരു മാർഗം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഫോട്ടോഷോപ്പ് നമുക്ക് ഏത് ഫോണിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തായി വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നത് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി അതിനായിട്ട് നാം നമ്മുടെ മൊബൈൽ ഫോണിലുള്ളതായ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഗൂഗിൾ എന്നത് കാണാം. അതിൽ സെലക്ട് ചെയ്ത് ഇവിടെ ഫോട്ടോ പി എന്നത് ടൈപ്പ് ചെയ്യുക. ഫോട്ടോ പി ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നാം ഓക്കെ അടിക്കുമ്പോൾ നമുക്കിവിടെ ഇതുപോലൊരു ഇൻ്റർഫേസ് ലഭിക്കും. അതിലായിട്ട് നമുക്കിവിടെ ആദ്യം കാണുന്ന ഈ ഫോട്ടോ പി എന്നത് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പണായി വരുന്ന സമയത്ത് നാം ഇവിടെ നമ്മുടെ ക്രോം ബ്രൗസറിൻ്റെ മുകളിലായിട്ട് 3 ഡോട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ നമുക്ക് ഈ ഫോട്ടോഷോപ്പ്, അതായത് ഈ ഫോട്ടോ പി എന്ന സോഫ്റ്റ്വെയർ നമുക്ക് ഡെസ്ക് ടോപ്പ് മോഡിൽ നമുക്ക് അത് അവൈലബിൾ ആകുന്നതാണ്. അതിനുശേഷം നാം നമ്മുടെ സെറ്റിങ്സിൽ പോയാൽ നമുക്കിവിടെ റൊട്ടേഷൻ ലോക്ക് എന്നത് കാണാം. അത് എല്ലാ ഫോണിലുള്ളതാണ്. അപ്പോൾ അവിടെ നാം എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് എനേബിൾ ചെയ്യുക. അതിനുശേഷം നമുക്കത് നമ്മുടെ മൊബൈൽ ഫോൺ ചരിച്ച് പിടിച്ചാൽ നമുക്കത് ഈ മോഡലായിട്ട് നമുക്ക് അങ്ങനെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഫോട്ടോഷോപ്പിലുള്ള എല്ലാ ടൂൾസുകളും ഇതിൽ അവൈലബിളാണ്. ആദ്യമായിട്ട് നാം സാധാരണ ഫോട്ടോഷോപ്പിൽ ചെയ്യാറുള്ളത് പോലെ തന്നെ ഫയൽ ഓപ്പൺ ചെയ്യുക. അതിലായിട്ട് ഇവിടെ ന്യൂ എന്നത്, അതായത് നമുക്ക് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ന്യൂ എന്നത് സെലക്ട് ചെയ്യുന്നത്. അതിലായിട്ട് നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാം. അതായത് നമുക്ക് ഏത് പേജാണോ വേണ്ടത്, ഇവിടെ കുറച്ച് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച പേജുകളുണ്ട്. അപ്പോൾ നമുക്കിവിടെ സാധാരണയായി യൂട്യൂബിന് തംബ്നെയിൽ നിർമ്മിക്കാനാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ ഇവിടെ യൂട്യൂബ് കവർ എന്നത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ക്രിയേറ്റ് എന്നത് കാണാം. അതും കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു പേജ് ഓപ്പണായി വരുന്നതാണ്. ഇനി ഇതിൽ നമുക്ക് ഏതാണോ ഡിസൈൻ ചെയ്യേണ്ടത് അതിനാവശ്യമായിട്ടുള്ള, അതായത് ഇവിടെ സൈഡിലായിട്ട് നമുക്കിവിടെ ടൂൾ ബോക്സ് ഉണ്ട്. അതിലായിട്ട് നമുക്കിവിടെ ടി എന്നത് നമുക്ക് ഇവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടി എന്നത്. അതുപോലെ തന്നെ കളർ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഫോട്ടോഷോപ്പ് നന്നായി ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് നമുക്കിവിടെ ഫയലിൽ ഓപ്പൺ എന്നത് സെലക്ട് ചെയ്താൽ നമുക്ക് ഇതിലേക്ക് ഏതെങ്കിലും ഫോട്ടോസ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫയൽ മാനേജറിൽ പോയിട്ട് നമുക്ക് ഏത് ഫോട്ടോസാണോ വേണ്ടത് അത് നാം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച ഒരു തംബ്നെയിലാണ് ഇവിടെ ഇതാക്കുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്നത് നമുക്കിവിടെ ഈ ഫോട്ടോഷോപ്പിലായിട്ട് ഈ ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ നമുക്കിത് ഓപ്പണായി വരുന്നതാണ്. അപ്പോൾ നമുക്കിത് വളരെ ലളിതമായ രീതിയിൽ തന്നെ നമുക്കിതിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയർ നമുക്ക് തംബ്നെയിൽ നിർമ്മിക്കാനും അതുപോലെ തന്നെ വെഡ്ഡിംഗ് കാർഡ്, പോസ്റ്റർ, അങ്ങനെ പല ആവശ്യങ്ങൾക്കും ഇത് നാം ഉപയോഗിക്കാറുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ, അതായത് ഞാൻ ഈ വീഡിയോയ്ക്ക് തന്നെയായിട്ട് ഞാനൊരു സബ്സ്ക്രൈബ് ബട്ടൺ കൊടുക്കുന്നുണ്ട്. അവിടെ പോയി തന്നെ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.